കാഴ്ചകളെ ഇഷ്ടപ്പെടും തോറും ആ കാഴ്ചകൾ നമ്മളുമായി പിരിയാനാവാത്ത വിധം ഒരു ബന്ധം പുലർത്തുന്നതായി തോന്നി. ഞാനും ഉദയഭാനു ചേട്ടനും നല്ല സുഹൃത്തുക്കളായി മാറിക്കഴിഞ്ഞു. മുൻപ് മിസ്സായ ഒരു ഫൂട്ടേജ് എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങൾ. മാൻഗ്രോവ് ആർച്ചിനകത്തുകൂടി നമ്മുടെ വലിയ വെള്ളം കയറിപ്പോകുന്നൊരു കാഴ്ച. ആ ഫൂട്ടേജ് എനിക്ക് ഒരിക്കലും മിസ്സാക്കാനാവില്ല. ദൂരെ നിന്ന് ഞാനും ശ്രദ്ധയോടെ തുഴയാമെന്നേറ്റു. എങ്ങും തട്ടാതെ ആ ആർച്ചിനകത്തുകൂടി നമ്മുടെ തുഴവഞ്ചി കടന്നുപോയി. മാന്ത്രികം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ട് ഇവിടെ വെച്ച് നടന്നതായി ചേട്ടൻ പറഞ്ഞു. പിന്നെ ലാലേട്ടനും ദുൽഖറും ഒക്കെ ധാരാളം സെലിബ്രിറ്റീസ് ഇവിടെ വന്നു പോയിട്ടുണ്ടത്രേ. ഇവിടുത്തെ പച്ചപ്പിന് കൂടുതൽ കോൺട്രാസ്റ്റ് ഉള്ളതായി എനിക്ക് തോന്നി. ഇപ്പോൾ നമ്മുടെ വഞ്ചി കടന്നു പോകുന്നത് ഈ ലേക്കിൻ്റെ മറ്റൊരു സൈഡിലാണ്. കാഴ്ചകൾക്ക് ഒരു സിമിലാരിറ്റിയൊക്കെ ഉണ്ടാവും എങ്ങോട്ട് ക്യാമറ ഫ്രെയിം വച്ചാലും. പക്ഷേ എനിക്ക് തെല്ലും മടുപ്പ് തോന്നാത്ത ഒന്ന്, കായൽ പരപ്പിൻ്റെ പുറത്ത് വളരെ മനോഹരമായി പടർന്നു പന്തലിച്ച് വേരൂന്നി നിൽക്കുന്ന ഈ ചെടികൾ തന്നെയാണ്. സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിരിക്കാൻ ഇടയുള്ള അത്രയും മനോഹരമായ ഒരു പ്രകൃതിയെ അടുത്തറിയാൻ കിട്ടുന്ന ഒരവസരം. തുഴയുന്നതിനിടെ ഞാൻ ചോദിച്ചു, ആ കായലിൻ്റെ മറുകരയിൽ കണ്ട ആൾക്കൂട്ടം എന്തായിരിക്കുമെന്ന്. ഫോട്ടോഷൂട്ടിനിടെ ആരോ വെള്ളത്തിലേക്ക് വീണത്രേ. പിന്നെ ഫയർഫോഴ്സ് ആൾക്കൂട്ടം ഒക്കെ വന്ന് എന്തൊക്കെയോ നടക്കുകയാണ് അവിടെ. മിക്കവാറും അങ്ങനെയാണ്. ഈ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് ഒരുതരം ലഹരിയായി എനിക്കും തോന്നിയിട്ടുണ്ട്. മിക്കപ്പോഴും ക്യാമറ ഫ്രെയിമിൻ്റെ ആകർഷകമായ ഒരു കാഴ്ചയ്ക്കു പിന്നിൽ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെയും മറുവശത്ത് നിൽക്കുന്നവരെയും ഒക്കെ മറക്കാനിടയുണ്ട്. അത് അപകടങ്ങൾക്ക് കാരണമായേക്കാം. സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ തുഴവഞ്ചി ഒരു കനാല് പോലുള്ള ഭാഗത്തുകൂടി ഇപ്പോൾ കടന്നു പോവുകയാണ്. അതിൻ്റെ വലതുവശത്ത് കാണുന്ന ഒരു പ്രദേശം ചെമ്മീൻ കെട്ടും ഞണ്ട് കൃഷിയും ഒക്കെയാണ്. അത് ഒരു സ്വകാര്യ റിസോർട്ടിൻ്റെ വകയാണത്രേ. അവിടെ ഗ്ലാസ് കട്ട് ചെയ്ത് പുറത്തു വന്നിരിക്കുന്ന കുഞ്ഞൻ ഞണ്ടുകളെ ഞാൻ കണ്ടു. ഒരുപക്ഷെ ക്യാമറയിൽ അത് കണ്ടിട്ടുണ്ടാവില്ല. കേണൽ മൺട്രോയുടെ, അതായത് മൺട്രോ സാഹിബിൻ്റെ പ്രിയതമയുടെ അന്ത്യവിശ്രമ സ്ഥലം അടുത്തിവിടെ എവിടെയോ ആണ് എന്ന് ചേട്ടൻ പറഞ്ഞു. ഞാൻ ചുറ്റും നോക്കി. എന്തായാലും സുന്ദരിയായ ആ മദാമയുടെ ആത്മാവ് ഇവിടം വിട്ടു പോകാനിടയില്ല. ഈ കായലോളങ്ങളിൽ തട്ടിവരുന്ന കാറ്റിന് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കാറുള്ള ഒരു പെർഫ്യൂമിൻ്റെ മണം. 250 വർഷങ്ങൾ പിന്നിലേക്ക് ഓടിയാൽ കേണൽ മൺട്രോയും കുടുംബവും ഈസ്റ്റേൺ ശിക്കാര വള്ളങ്ങളിൽ ഇവിടെ ചുറ്റിക്കറങ്ങുന്ന കാഴ്ചകൾ കാണാനാകും. എനിക്ക് ഒരൊറ്റപ്പെടൽ തോന്നുന്നില്ല. ഞാൻ എവിടെയോ ആണ്. എനിക്ക് ചുറ്റും ബാംസുരി പാടുന്ന പോലെ തോന്നുന്നു. മുള്ളിൻ്റെ പേരെന്താ പറഞ്ഞേ? മുള്ള. ഇതൊക്കെ പേരാന്നറിയാം, അത് അവർക്ക് അറിയൂടെ. പുലരു തുടുമുഖ സൗന്ദര്യങ്ങളിൽ സാഫ്രോൺ ന്യൂസ് മീഡിയ. അധ്യാപകരാ? ആ, ഓക്കെ ഓക്കെ. അതിലൊരാൾ ആ തുഴവഞ്ചിയിൽ കിടന്ന് കൈ ആകാശത്തേക്ക് വിടർത്തി വെച്ച് ഉറക്കെ പാടുകയാണ്. ഏയ് കവിതയെ, പുലരി തുടുമുഖ സൗന്ദര്യങ്ങളിൽ സായന്തനലയ സൗരഭ്യങ്ങളിൽ ഗായുടെ നന്ദുണിയുടെ താളലയങ്ങളിൽ
പാടുക കവിതേ, ഏയ് കവിതേ, മണിമൊഴിയഴകേ, വിവിധ വികാരതരംഗിത ഗംഗേ എന്ന്. എന്ത് രസമല്ലേ! എൻ്റെ മനസ്സിൽ ആ പാട്ട് തത്തിക്കളിച്ചു. ചിറ്റൂരിൽ നിന്ന് വന്നവരാണെന്ന് അവർ ഉറക്കെ വിളിച്ചെന്നോട് പറഞ്ഞു. BSNL-ൽ വർക്ക് ചെയ്യുന്നവർ. കാഴ്ചയുടെ, ശബ്ദത്തിൻ്റെ സൗന്ദര്യ താളലയങ്ങളിൽ ഈ തുഴവഞ്ചി കായൽപ്പരപ്പിലൊരു കവിത പോലെ ഒഴുകുകയാണ്. നമുക്കും ഏറ്റുപാടാം. നിങ്ങളും എന്നോടൊപ്പം പാടുമോ? ഏയ് കവിതേ, മണിമൊഴിയഴകേ, വിവിധ വികാരതരംഗിത ഗംഗേ, വിവിധ വികാരതരംഗിത ഗംഗ. ഞാൻ കവിത എഴുതും, ചിത്രം വരയ്ക്കും, ശില്പം നിർമ്മിക്കും, പിന്നെ ഇതുപോലുള്ള സ്വപ്നങ്ങൾ കാണും. ഞാൻ റൂമിനുള്ളിൽ വോയിസ് ഓവർ ഇടുകയാണ്. ഇന്നലത്തെ പോലെ ഇന്നും പുറത്ത് മഴ പെയ്യുന്നുണ്ട്. മഴയുടെ ശീൽക്കാര ശബ്ദം ജനൽ വഴി എനിക്ക് കേൾക്കാനാകും. ഒറ്റയ്ക്കിരിക്കുന്നുണ്ടാവും. എനിക്ക് പേടി തോന്നി. സുന്ദരിയായ മദാമയുടെ ആത്മാവ് ഞാനിരിക്കുന്ന ഈ തുഴവഞ്ചിക്ക് ഭാരം കൂടിയ പോലെ എന്ന് ഭാനുചേട്ടൻ പറയുന്നു. മൺട്രോ സാഹിബും പ്രിയതമയും ഒരുപക്ഷെ ഈ വഞ്ചിയിൽ, ഇതേ വഞ്ചിയിൽ തന്നെ എന്നോടൊപ്പം, എനിക്കറിയില്ല. ഏയ് കവിതേ, വിവിധ വികാരതരംഗിത ഗംഗേ. ആ പാട്ടുകാരൻ ആരാണാവോ? എൻ്റെ ഈ വീഡിയോ അങ്ങ് കാണുന്നുവെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നെ സ്വപ്നലോകത്തുനിന്ന് തട്ടി ഉണർത്തി ചേട്ടൻ പറഞ്ഞു, മുൻപ് പറഞ്ഞതുപോലെ ആവശ്യപ്പെട്ട പ്രകാരം നമ്മുടെ തുഴവഞ്ചി ആ കലങ്ങിനകത്തുകൂടി ഇപ്പോൾ കടന്നു പോകുമെന്ന്. ഞാനും ശ്രദ്ധയോടെ അത് വീക്ഷിച്ചിരുന്നു. വഞ്ചിയുടെ താഴേക്കിറങ്ങി താണിരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ തീർച്ചയായി തലവന്നിടിക്കും. ഇതാണ് ആ കാഴ്ച. എത്ര രസകരമെന്നോ! ഈ തുഴവഞ്ചി വളരെ വലുതുമാണ്. വളരെ നൈപുണ്യത്തോടെ ഭാനുചേട്ടൻ തുഴവഞ്ചിയെ ഇപ്പുറത്ത് കടത്തുന്ന രസകരമായ ഒരു കാഴ്ചയാണിത്. ഒരു സൂചിക്കുഴയിലൂടെ ഒരു നൂല് കടന്നു വരുന്ന അതേ ലാഘവത്തോടെ തുഴവഞ്ചി ഇപ്പുറത്തെത്തി. ഇത് കാഴ്ചയുടെ കായലിൻ്റെ ഒരു മറുകരയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഈ യാത്ര നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? ഞാൻ ചേട്ടനോട് ചോദിച്ചു, വിശക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, വിശക്കുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് സംഭാരം കൊടുത്തു. ഞാനും കുടിച്ചു. എന്തുകൊണ്ടാവും നമ്മൾ വിശപ്പിനെ ഇപ്പം, അതായത് ഈ കാഴ്ചകൾ അത്രത്തോളം മനോഹരമായിരുന്നു. കാഴ്ചകൾ കണ്ട് ചില സമയത്ത് നമ്മളെല്ലാവരും വിശപ്പും ദാഹവും ഒക്കെ മറന്നുപോയെന്നിരിക്കും. നിങ്ങൾക്ക് അനുഭവമുണ്ടോ? ഉണ്ടെങ്കിൽ കമൻസ് പറയണം. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സംസാരിക്കാം. കാരണം ഇത് നിങ്ങളുടെ കാഴ്ചയാണ്, ഒപ്പം ഇത് നിങ്ങളുടെ ചാനലുമാണ്. എത്രയെത്ര ആൾക്കാരാണ് നമ്മുടെ ക്യാമറ ഫ്രെയിമിൽ വരുന്നത് കണ്ടില്ലേ? അവർക്കൊക്കെ സന്തോഷമാണ്. സാഫ്രോൺ ന്യൂസ് മീഡിയ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നേരം നിന്ന് അവർക്ക് സംസാരിക്കാൻ തോന്നും. എൻ്റെ അനുഭവം അതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എന്നോട് സംസാരിക്കാൻ മറക്കരുത്. സാഫ്രോൺ നിങ്ങളെ ഈ ചാനലിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തികൾ, നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ, അതുപോലെ നിങ്ങളുടെ കയ്യിൽ മനോഹരമായ ഫൂട്ടേജസ് ഉണ്ടെങ്കിൽ, ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമുക്ക് ഈ ചാനൽ നമ്മുടെ ചാനലായി കൊണ്ടു നടക്കാം. ഓക്കെ? നല്ല അഭിപ്രായങ്ങളെ എന്നും മാനിക്കും. ഒത്തിരി സ്നേഹത്തോടെയാണ്
ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൂരെ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന ആ കയാക്കിംഗ് സ്റ്റുഡൻറ്റ് ഇപ്പോൾ നല്ല സ്കിൽഡായി തുഴയുന്നത് ഞാൻ കണ്ടു, വളരെ വേഗത്തിൽ തന്നെ. എനിക്ക് അവരുടെ ഫേസ് കൂടി ഈ ചാനലിൽ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ തുഴവഞ്ചി അവരിൽ നിന്ന് വളരെ ദൂരെ ആയിപ്പോയി. അതുകൊണ്ട് അവർ ടാറ്റ പറയുന്നത് മാത്രം കണ്ടു. അത് ഈ ക്യാമറയിൽ നിർഭാഗ്യവശാൽ കണ്ടതുമില്ല. എന്നാൽ എൻ്റെ കയ്യിൽ SLR ക്യാമറയുണ്ട് കേട്ടോ, നിക്കോണിൻ്റെ. അതേപോലെ വൈൽഡ് ഫോട്ടോഗ്രാഫിയുടെ ഷൂട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന അത്ര വലിയ ലെൻസല്ല, അതിന് ഒരു ലെൻസിന് തന്നെ ഏകദേശം 1,60,000 ഒക്കെ വില വരും. പക്ഷേ അത്ര വലുതല്ലെങ്കിലും ടെലിസ്കോപ്പിക് ലെൻസ് എൻ്റെ കയ്യിലും ഉണ്ട്. പക്ഷേ എനിക്ക് ചില സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്ക് ഇതെല്ലാം കൈകാര്യം ചെയ്യുക എളുപ്പമാവില്ല. അങ്ങനെ പലതും ഇടയ്ക്ക് മിസ്സായി പോകാറുണ്ട്. എനിക്കതിൻ്റെ മനോവേദന ഇതുപോലെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിച്ച് വന്നെത്തി നിൽക്കുന്ന ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ കണ്ടൽക്കാടുകൾ വളരെയധികം ഇടതൂർന്നിട്ടാണ്. വളരെ ഇരുട്ടുള്ള ഒരു സ്ഥലമായി തോന്നി. സ്വർഗസമാനമായ ഈ സ്ഥലം കാഴ്ചയ്ക്ക് എനിക്ക് സമ്മാനിച്ചത് ഈ കുട്ടികളാണ്. പ്രത്യേകിച്ച് ഇങ്ങേയറ്റം ഇരിക്കുന്ന കുട്ടി. മൺട്രോത്തുരുത്തിലേക്ക് ഞാൻ വരാൻ കാരണം അവരായിരുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെ ശരിക്കും ഇടതൂർന്ന സ്ഥലത്തൂടെ യാത്ര ചെയ്യാം. സ്നേഹപൂർവ്വം, സാഫ്രോൺ.